മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഇവിടുത്തെ ക്വീൻസ് ബാത്ത്, അതായത് റാണിമാരുടെ കുളിക്കടവെന്നോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളെന്നോ പറയാം. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടിലാണ് ഇത് പണിതത്. പക്ഷേ കുറേ റിനോവേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മോഡേൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കുറേ കാര്യങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണത് റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൃഷ്ണദേവരായയുടെ കാലത്താണ്. അപ്പോൾ ആ സമയത്തുള്ള 15-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടിലേക്ക് കൺസ്ട്രക്ഷൻസ് ഇവിടെ കുറച്ച് ബ്രിക്കിൻ്റെ വർക്ക്, അതുകൂടാണ്ട് കുറച്ച് ഇസ്ലാമിക് സ്റ്റൈലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ആ ബ്യൂട്ടിഫുൾ ബാത്ത് കാണാം. ഇത് റാണിമാർക്ക് കുളിക്കാൻ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാത്തിങ് ഏരിയ ആയിരുന്നു. ഇവിടെ വേറെ ആരും വരില്ലല്ലോ. ഇതിന് ചുറ്റും വലിയൊരു മതിൽക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പാറ കൊണ്ട്. അതും കുറേയൊക്കെ ഡൈലാപ്പിലേറ്റഡ് ആയിപ്പോയി. ഇപ്പം മോഡേൺ ആയിട്ടുള്ള മതിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അവരുടെ ഒരു പ്രൈവസി ഉള്ളൊരു സ്ഥലമായിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്, നിറയെ വെള്ളവും നല്ല ശുദ്ധമായ ലേക്ക് വാട്ടറും ഒക്കെ നിറച്ചു. പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ബാക്കി ആ മോണുമെൻറ്റ് നമുക്കൊന്ന് കാണാം. ബാത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇത് റാണിമാരുടെ കുളിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ എന്ന് പറയും. ഇപ്പോഴത്തെ മോഡേൺ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളായിരുന്നു. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് 15th സെഞ്ച്വറിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു ക്വീൻസ് ബാത്ത് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇവിടുത്തെ മഹാറാണിമാരുടെ കുളി സ്ഥലമല്ല. പുറത്തുനിന്ന് വരുന്ന വിസിറ്റിംഗ് ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലുള്ള സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനായിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു സ്ഥലം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇങ്ങനെ കൽപ്പടവുകളുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം പിന്നെ ഈ ഒരു ക്വീൻസ് ബാത്ത് ഇതിൻ്റെ പഴയ കൺസ്ട്രക്ഷനെ കുറച്ചൊക്കെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ എങ്കിലും സീലിംഗ് എല്ലാം പണ്ടത്തെ കാണുന്നുണ്ടല്ലോ. 28 ഈ എന്താ പറയുക ഇങ്ങനെയുള്ള സീലിങ്ങിൻ്റെ 28 ഭാഗങ്ങളുണ്ട്. അവിടെ എല്ലാം പല പല ഡിസൈൻസിലാണ്. അതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൺസ്ട്രക്ഷനിലൊക്കെ കുറച്ച് റിനോവേഷൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ പടിക്കെട്ട് ഇങ്ങനെ പല ഭാഗത്തുനിന്നും പടിക്കെട്ട് കുളിക്കടവിലേക്ക് ആകാനായിട്ട്. അതെല്ലാം പഴയ കെട്ടിൻ്റെ ഭാഗമാണ്. ഈ ഭാഗമെല്ലാം കുറച്ചൊക്കെ റിനോവേഷൻ ഉണ്ടെങ്കിൽ കുറേ എല്ലാം പഴയതാണ് കാണുമ്പോൾ അറിയാം. ക്വീൻസ് ബാത്ത് എന്നൊക്കെ പേരേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ പോലെയാണ് ഇത്. നോക്കുക, ഈ ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്നുള്ള വെള്ളം നല്ല പ്യുവറായിട്ടുള്ള വെള്ളം ഈ ഓവ് വഴിയാണ് ഉള്ളിലേക്ക്. ഇത് ആക്യുറേറ്റ് പോലെയാണ്. ഇത് വഴി അകത്തേക്ക് ഇങ്ങനെ ഒഴുക്കി വരുമ്പോഴേക്ക് ബാത്തിൻ്റെ ആ ഭാഗം പൂളിൻ്റെ താഴെയായിട്ട് ഒരു ഹോളുണ്ട്. ഇതുപോലെ 1-2 സ്ഥലത്തുണ്ട്. അതുവഴിയാണ് ഈ പല ടൈപ്പ് ഓഫ് ഒരു നല്ല മണമുള്ള സെൻറ്റഡ് ബാത്തൊക്കെ കിട്ടാനായിട്ട് ചന്ദനത്തിൻ്റെ വെള്ളം, സാൻഡൽവുഡ് വാട്ടർ, പിന്നെ അതുപോലെ റോസ് വാട്ടർ മുതലായ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് കൊണ്ടുവരും. അന്നത്തെ കുളിക്ക് വലിയ പ്രത്യേകതയായിരിക്കും, എല്ലാം മണമുള്ള ഒരു കുളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതൊരു ശരിക്കും ഒരു
സ്വിമ്മിംഗ് പൂൾ പോലെയാണ് കുളിക്കടവ്. നിൽക്കാനായിട്ട് ഇവിടെ മണ്ഡപങ്ങളുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ. പിന്നെ ചുറ്റും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ. കുറച്ച് ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ, തോഴിമാരായിട്ട് വരികയാണെങ്കിലും ഒക്കെ അവർ കുളിക്കുന്നു, കുറച്ച് പേര് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, കുറച്ച് നേരം റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ വെള്ളത്തിന് വരാനും പോകാനും ഉള്ള സംവിധാനം. ഈ അഴുക്ക വെള്ളം താഴെ ഒരു ഹോളുണ്ട്, അതുവഴിയാണ് കണ്ടിട്ടുള്ളത്. കുട്ടികൾ ഇവിടെ എക്സ്കർഷൻ വന്നാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ സ്കൂൾസിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഇവിടെ നമ്മളേതോ ഒരു എന്താ സിനിമാ നടിയാണോ എന്നാണ് ചോദിക്കുന്നത്, സംശയം. ഞാൻ പറഞ്ഞു കേരളത്തിലെ സിനിമാ നടിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തോ ആണെന്ന് മനസ്സിലായി, എന്താണെന്ന് പിടികിട്ടുന്നില്ല. കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സ്നേഹം ഭയങ്കരമാണ് കേട്ടോ കുട്ടികൾ. അപ്പൊ ഇവർക്ക് ശരിക്കും സ്റ്റഡി ടൂർ പോലെയാണ്, ഇങ്ങനെ കൊണ്ടുവരും. ഇവിടുത്തെ കർണാടകയിലെ സ്റ്റേറ്റ് സ്കൂൾസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഹെറിറ്റേജ് അറിയണ്ടേ, അവരുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആർക്കിടെക്ചർ, മോണുമെന്റ്സ് ഒക്കെ. ഇവിടെയുള്ള ഏത് സ്ഥലത്ത് ഹംപിയിൽ ചെന്നാലും ഇതുപോലെ സ്കൂൾസിൽ നിന്നുള്ള സ്റ്റുഡൻറ് പോപ്പുലേഷൻ ഒരുപാടുണ്ട്. ടൂർ ഗ്രൂപ്പായിട്ട് വരുന്നത് വിത്ത് ടീച്ചേഴ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റാണ് റോയൽ എൻക്ലോഷർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ഇതിവിടെ രാജാവിൻ്റെ സീക്രട്ട് ചേംബർ, പിന്നെ അസംബ്ലി ഹാള്, പൂജ റൂം, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ഒരു 40 ബിൽഡിങ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് അറിയപ്പെടുന്ന മഹാനവമി പ്ലാറ്റ്ഫോം എന്നാണ്. അതിങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയാണ്. പണ്ട് ദസറ സെലിബ്രേഷനൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നതെന്ന് പറയുന്നത്. എന്നാലും ഇവിടുത്തെ വിശേഷങ്ങളാണ്. അതായത് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ കംപ്ലീറ്റ് ഒരു വലിയൊരു സ്റ്റോണിൻ്റെ വാതിൽ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഈ റോയൽ എൻക്ലോഷറിൽ ഉണ്ടായിരുന്ന കല്ലിൻ്റെ വാതിലായിരുന്നു. അത് കൽവാതിൽ. ഇത് ആനയെ കൊണ്ടാണ് തുറക്കാനും അടയ്ക്കാനും ആനയുടെ സഹായം ഉപയോഗിച്ചിരുന്നത്. The Royal Enclosure, the nucleus of the capital city of Vijayanagara, is the largest extant enclosure in the ancient city, occupying an area of 59,000 square meters. This enclosure has 3 entrances. 3 entrances ഉണ്ടായിരുന്നു. 2 on the north, 2 വടക്കും, and 1 on the west, പടിഞ്ഞാറും. The northern entrance east of the audience hall was a main entrance with well-guarded massive doorways arranged zigzag on the wall. അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള എൻട്രൻസ് വഴിയാണ് ഓഡിയൻസ് ഹാളിലേക്ക് പോകുന്നത്. അതാണ് മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നത്. അതും നല്ല വെൽ ഗാർഡഡ് ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെന്താ, ഹസാറ ടെമ്പിളിലേക്ക്, നോർത്തിലുള്ള ഹസാറ ടെമ്പിളിലേക്ക് പോകുന്ന വെസ്റ്റേൺ എൻട്രൻസ് ആയിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സീക്രട്ട് ചേംബർ വാസ് ദ കിങ്സ് റെസിഡൻസ്. സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് രാജാവിൻ്റെ സീക്രട്ട് ചേംബർ. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ 9 ചേംബേഴ്സ് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പൂജാമുറി ഉൾപ്പെടെ. പിന്നെന്താ, ഇങ്ങനെ കുറേ കാര്യം. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, ഹോമകുണ്ഡം, ടാങ്ക്. അപ്പം ഇതൊന്നും ഇപ്പം ഇല്ല. ഇതൊക്കെ പഴയ പ്രൗഢിയാണ് നമുക്ക് വായിച്ചത്.
ഫോർട്ടിഫൈഡ് വാൾസ് ഉണ്ടായിരുന്നു. ഒന്ന് ആ സൈഡിൽ, അതൊക്കെ പൊടിഞ്ഞു പോയി കേട്ടോ, പകുതി കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇതതിൻ്റെ സെക്കൻഡ് എൻക്ലോഷർ വാള്. പിന്നെ പല പല സ്റ്റേജസ് റോയൽ എൻക്ലോഷറിൻ്റെ വിശേഷങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ 2 വലിയ കോട്ടമതിൽ പോലെയാണ്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലേക്ക്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 45ഓളം ബിൽഡിങ്സ് ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങോട്ട് നോക്കും, ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ എല്ലാത്തിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ന്യൂക്ലിയസ് ഓഫ് ദി വിജയനഗർ എംപയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാരാജാവിൻ്റെ മെയിൻ സീറ്റായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ശത്രുക്കളാരും വരാതെ സേഫ് ഗാർഡ് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട റെസിഡൻസ്, രാജാവിൻ്റെ സീക്രട്ട് ചേംബർ, അദ്ദേഹത്തിൻ്റെ എല്ലാം അസംബ്ലി ഹാള്, പിന്നെ കുറേ പ്രധാനപ്പെട്ട മന്ത്രിമാർ. തെന്നാലി രാമൻ വിജയനഗർ രാജാവിൻ്റെ മിനിസ്റ്ററായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തെന്നാലി രാമൻ്റെ റെസിഡൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ബിൽഡിങ്സ് എല്ലാം. അപ്പോൾ ഇവിടത്തേക്കുള്ള വാട്ടർ ടാങ്ക്സ്, അക്യുഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവരാനുള്ള ഒരു പാലം പോലെ ഒരു സാധനം, കനാല്, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എവ്രിതിങ് ഈസ് ഹിയർ. പിന്നെ മഹാനവമി മണ്ഡപം എന്ന് പറയുന്നത് മഹാനവമി രപ്പ, അതാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ദസറ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇവിടെ നിന്നാണ് മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം മാത്രമേ. അപ്പോൾ മഹാനവമി പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറുന്നത് ടോട്ടലായിട്ട് നമ്മുടെ ആ റോയൽ എൻക്ലോഷറിൻ്റെ ഒരു ലേ ഔട്ട്. പോലെയാണ് ഈ മഹാനവമി മണ്ഡപം. നല്ല റേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. അതിൻ്റെ താഴെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഈ കല്ലിലെല്ലാം പല പല കാര്യങ്ങളിങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അത് ലേഡീസ് ആ കാലത്തെ 15th സെഞ്ച്വറിയിലേക്ക് റോയൽ ലേഡീസിലെ ആക്ടിവിറ്റീസാണ്. അവരിങ്ങനെ അമ്പും വില്ലും കൊണ്ട് നടക്കുന്നു, ഹോഴ്സ് റൈഡിങ്, ക്യാമൽ റൈഡിങ്. അവരെന്താ ചെയ്യാത്തത്, അവർ ആണുങ്ങൾ ചെയ്യുന്ന പോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രോഗ്രസീവായിരുന്നു അന്നത്തെ സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രധാന സ്ഥലമാണ്. ഇത് ന്യൂക്ലിയസ് ഓഫ് ദ വിജയനഗർ എംപയർ. ഇവിടെ ആയിരുന്നു റോയൽ ആയിട്ടുള്ള എല്ലാ, അതുകൊണ്ടാണല്ലോ റോയൽ എൻക്ലോസ്. ഉച്ച സമയമായി. ഞാനാണെങ്കിൽ ബ്ലാക്ക് സാരി. അപ്പോൾ എല്ലാ സൂര്യൻ്റെ രശ്മികളെയും ഞാൻ ആകർഷിക്കുകയാണ്. ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുന്നു. അതാണ് കുട പിടിക്കുന്നത്. കുട പിടിച്ചിട്ട് പോലും ചൂടിനെ അനുസരിക്കാൻ പറ്റില്ല. നല്ല കാറ്റുണ്ട് ഏറ്റവും ടോപ്പിൽ. താഴേക്ക് നോക്കൂ, ഇതാണ് റോയൽ എൻക്ലോഷർ. അയ്യോ, കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ. ഇതെല്ലാം പണ്ടുണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെയൊക്കെ ബേസ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്സ് തന്നെ 2, 3, 4 ഉണ്ട് ഇവിടെ. ഇത് കൂടാണ്ട് ബിൽഡിങ്സിൻ്റെയൊക്കെ ബേസ്മെൻറ്റ്, ഒരു സ്റ്റെപ്പിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അതിവിടെ ഉണ്ട്. എല്ലാ മണ്ഡപങ്ങൾ, അസംബ്ലി ഹാൾസ്, ഇതിൻ്റെയൊക്കെ ബേസ്. ഇപ്പോൾ നിൽക്കുന്നതും ഒരു പ്രധാന സ്ഥലമായിരുന്നു. മഹാരാജാവ് ഇവിടെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ പ്രോഗ്രാംസ്, എന്തെങ്കിലും കലാപരിപാടികളൊക്കെ വാച്ച് ചെയ്യായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ രാജാവിൻ്റെ ഒരു സീറ്റ് പോലെ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള ബിൽഡിംഗ് ആക്ടിവിറ്റീസും താഴെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യാമല്ലോ. പ്ലസ് ഇവിടെ നിന്നാണ് ദസറ സെലിബ്രേഷൻ ആരംഭിച്ചത്. പുറത്തുനിന്നാണ്, പക്ഷെ ഇറങ്ങുന്നത് താഴെ സ്റ്റെപ്സ്. കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് നമുക്ക് അതിശയം തോന്നും. കാര്യം എല്ലാത്തിലും മഹാറാണിയാണ് മെയിൻ ട്യൂട്ടറായിട്ടിരുന്നിട്ട് എല്ലാ ആയോധന കലകളും സ്ത്രീകളെ പഠിപ്പിക്കുകയാണ്. ബോക്സിംഗ് ഉൾപ്പെടെ പഠിപ്പിക്കുന്നതിൻ്റെ പിക്ചേഴ്സാണ് ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇത് ഒരെണ്ണം, ഇതുപോലെ 2, 3, 4 എണ്ണം പല ഭാഗത്തായിട്ട്. മറ്റൊരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് തൊട്ടടുത്ത് തന്നെ കാണുന്നത്, തൊട്ടപ്പുറത്ത്. വാട്ടർ ടാങ്ക് അല്ല, ഇതൊരു ഹോളി ഫെസ്റ്റിവൽ വാട്ടർ ടാങ്ക് ആണ്. കാരണം നോർത്ത് ഇന്ത്യയിലാണ് സാധാരണ ഹോളി സെലിബ്രേഷൻ, കളേഴ്സും ഉണ്ട്. ഇവിടെ സൗത്ത് ആണല്ലോ കർണാടക. പക്ഷേ രാജാവൊക്കെ വലിയ യുദ്ധമൊക്കെ ജയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. റാണിമാരും ബാക്കി പ്രധാനപ്പെട്ട ലേഡീസും എല്ലാവരും കൂടി ചേർന്ന് അത് ആ സമയത്താണ് ഇവിടെ വെജിറ്റബിൾ കളേഴ്സ്, പിന്നെ എന്താ ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന കളേഴ്സ് വെച്ച് കുറേ കളർ വാട്ടേഴ്സ് വെച്ചിട്ട് ഇവിടെയാണ് ഹോളി ആഘോഷിക്കുന്നത്. അതിനുള്ള ടാങ്ക്. ഇതാണ് ഇവിടുത്തെ അക്വാഡക്റ്റ്, അതായത് വെള്ളം കൊണ്ടുപോകുന്ന പാത്തി. ഇങ്ങനെ ചുറ്റോട് ചുറ്റും. ഇവിടുത്തെ സ്റ്റെപ്പ് വെൽ ബ്യൂട്ടിഫുൾ അല്ലേ. താഴേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല, കാര്യം ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സ്. ഇത് 1983 ഇത് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. മണ്ണ് മൂടി കിടക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ഗ്രാജുവലി ഒരു പ്രാവശ്യം എന്തോ ഒരു കാര്യം ഇതിനടിയിലുണ്ടല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നോക്കി എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് താഴേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെല്ല് കാണുന്നത്. അതിനുശേഷം ഇതിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ ഈ സ്റ്റെപ്പ് വെല്ലിലും
വെള്ളം ഉണ്ടായിരുന്നു. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു കൺസ്ട്രക്ഷനാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതെല്ലാം. കൽപ്പാത്തിയിൽ കൂടെയാണ് വെള്ളം ഇവിടേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിങ്ങനെ വന്ന് താഴേക്ക് ഇങ്ങനെ പറ്റും. അങ്ങനെയാണ് ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമില്ല, പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ മോണുമെൻ്റ് ആയിട്ട് സൂക്ഷിക്കുന്നു. റോയൽ ഫാമിലി അവരുടെ പൂജയ്ക്കെല്ലാം ഇവിടെ നിന്നാണ് വെള്ളം ഉപയോഗിച്ചിരുന്നതാണ് പറയുന്നത്. ഈ സ്റ്റെപ്പ് ഇത് ആ കാലത്തുണ്ടായിരുന്ന പ്രിസണേഴ്സിനൊക്കെ കൊടുത്തിരുന്ന പ്ലേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. സ്റ്റോൺ പ്ലേറ്റ്സ് അവിടെ തന്നെ വെച്ച് അവിടെ തന്നെ വാഷ് ചെയ്ത് വെള്ളം കളയുന്ന രീതിയാണ്. കാര്യം എടുത്ത് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ സാധാരണ പ്ലേറ്റ് പോലെ. വലിയ കല്ലിലാണ് പ്ലേറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കുത്തിയെടുത്തത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ രാജ്യമായിരുന്നു. എത്ര ലക്ഷക്കണക്കിന് സോൾജേഴ്സ്, ഹോഴ്സസ്, എലിഫൻസ് ഒക്കെ ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അപ്പോൾ സോൾജേഴ്സിനുള്ള ട്രെയിനിങ് എല്ലാം ബെല്ലാറിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ബെല്ലാറിയിൽ ഇപ്പോഴും ഫോർട്ടുണ്ട്, ബെല്ലാറി ഫോർട്ട്. ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം അവിടെയായിരുന്നു.